പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 18ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്, സ്ഥാനമാറ്റവും പദമാറ്റവും എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ചെയ്തിട്ടാണ് പേജ് 18ലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 19, 28, 37 എക്സെട്ര. 19, 28, 37 എന്ന സമാന്തര ശ്രേണിയിലെ 10ാം പദം എന്താണ്? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 10ാം പദം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടേംസ് തന്നിട്ട് ആദ്യത്തെ 5 ടേംസ് എഴുതുക, 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേംസ് തന്നിട്ട് ആദ്യത്തെ 5 ടേംസ് എഴുതുക, അല്ലെങ്കിൽ അടുത്തടുത്ത് കുറച്ച് ടേംസ് തന്നിട്ട് അതിൻ്റെ പുറകിലുള്ളത് അതിൻ്റെ മുന്നിലുള്ളത് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഒരു സമാന്തര ശ്രേണി തന്നെ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിലെ 10ാം പദമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ചേഞ്ച് ഇൻ ടേംസ്. ഈ കേസിൽ നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ട് നമ്മളിവിടെ ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ടേംസ് ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ സെക്കൻഡ് ടേമും തമ്മിലുള്ള ചേഞ്ച് ഇൻ ടേംസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതല്ലെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ ചേഞ്ച് ഇൻ ടേംസ്, പദമാറ്റം കണ്ടുപിടിക്കുക. അതായത് ഇവിടുത്തെ കേസിൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ 28 മൈനസ് 19 ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ അടുത്തടുത്ത ടേംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്, അതിൻ്റെ ചേഞ്ച് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ട ചേഞ്ച് ഇൻ പൊസിഷൻ. നമ്മുടെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, ചേഞ്ച് ഇൻ പൊസിഷനും ടേംസും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ ചേഞ്ച് ഇൻ ടേംസ് കണ്ടുപിടിച്ചു, അതായത് ഈ കേസിൽ കോമൺ ഡിഫറൻസ് തന്നെയാണ്. ദെൻ ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനമാറ്റം. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന ഒരെണ്ണം, ഇതിപ്പോൾ സപ്പോസ് ഫസ്റ്റ് ടേം ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ാം പദം അല്ലെങ്കിൽ 10th ടേം ആണ്. അപ്പോൾ 10th ടേം, ഇവ തമ്മിലുള്ള സ്ഥാനമാറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഫസ്റ്റ് ആൻഡ് 10th, 10ാമത്തെയും 1ാമത്തെയും സ്ഥാനമാറ്റമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 മൈനസ് 1. സ്ഥാനങ്ങൾ എപ്പോഴും വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അപ്പം 10 മൈനസ് 1 = 9. ഓക്കെ, ഇനി നമുക്ക് 10ാം പദമല്ലേ കണ്ടുപിടിക്കണ്ടേ? അതെ, 10th ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ ഏതൊക്കെ പൊസിഷൻ തമ്മിലാണ് നോക്കിയേക്കുന്നത്? ഫസ്റ്റും 10th. അപ്പോൾ അത് നോക്കാം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ എഴുതും ഫസ്റ്റ് ടേം പ്ലസ്, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ല 2 9 × 9, അതായത് ചേഞ്ച് ഇൻ ടേംസും ചേഞ്ച് ഇൻ പൊസിഷനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 9 × 9. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? 19. ദെൻ 9 × 9 എന്ന് പറയുമ്പം 81. അപ്പം നമ്മൾ 19ഉം 81ഉം കൂടെ കൂട്ടുമ്പം നമുക്ക് എത്ര വരും? 100. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ഇതിനെ പറയാം. അതായത് 10th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 10 മൈനസ് 1 × കോമൺ ഡിഫറൻസ്, ഇങ്ങനെയും നമുക്കിവിടെ പറയാം. അതായത് നേരത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഇങ്ങനെയായിരുന്നു, അതായത് 10th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 10 മൈനസ് 1 × കോമൺ ഡിഫറൻസ്, അങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചേഞ്ച് ഇൻ ടേംസ് കണ്ടുപിടിക്കണം, ദെൻ ചേഞ്ച് ഇൻ പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഇപ്പോൾ ഫസ്റ്റും 10th നമ്മൾ എടുത്തേക്കുന്നത് കൊണ്ടാണ് 10th ടേം ഫസ്റ്റ് ടേം പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതിയേക്കുന്നത്. ഇനി അങ്ങനെയല്ല, നമ്മളിവിടെ സെക്കൻഡ് ടേമും 10th ടേമും ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് വരുമായിരുന്നു? 10 മൈനസ് 2 = 8 എന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ 10th ടേം എങ്ങനെ എഴുതാവുള്ളൂ? 10th ടേം എന്ന് പറയുന്നത് ഏതിൻ്റെ കൂടെയാണ്? നമ്മളിവിടെ സെക്കൻഡ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9 × 8 ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 × 9. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? 28. ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ 28 പ്ലസ് 8 × 9. 8 × 9 എന്ന് പറയുമ്പം 72. അപ്പോൾ നമ്മളിവിടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെ വരത്തുള്ളൂ? 100. അടുത്തൊരു ചോദ്യം നോക്കാം. The 4th term of an arithmetic sequence is 45 and 5th term is 56. What is the first term? 4ാം പദം 45ഉം 5ാം പദം 56ഉം ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് 4th ടേം തന്നിട്ടുണ്ട് 45 ആണ്, 5th ടേം തന്നിട്ടുണ്ട് 56 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 1ാം പദമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും 4ഉം 5ഉം അടുത്തടുത്ത പദങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയും നമുക്ക് ചെയ്യാം. അതായത് ഒന്നാം പദം നമുക്കറിയില്ല, 2 അറിയില്ല, 3 അറിയില്ല, 4 അറിയാം, 45 അടുത്ത 56. അപ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ പോയി നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം ഇവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനിൽ ആയതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് ഇപ്പോൾ എഴുതുന്നത്. ചേഞ്ച് ഇൻ ടേംസ്. അപ്പോൾ ചേഞ്ച് ഇൻ ടേംസിലൂടെ നമുക്ക് തന്നേക്കുന്ന 4th ഉം 5th ആണ്. അപ്പം 4th and 5th ടേം ചേഞ്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം അത് തമ്മിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ 56 മൈനസ് 45 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 11 കിട്ടും. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ പൊസിഷൻ. നമുക്കിവിടെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ അടുത്ത് വരുന്നത് 4th ടേം ആണല്ലോ. അപ്പോൾ നമ്മൾ 4th ഉം 1st ഉം തമ്മിലുള്ള പൊസിഷൻ നോക്കിയാൽ മതി. അപ്പോൾ 1st and 4th ആണ്. കാരണം നമുക്ക് ഇവിടെ തന്നേക്കുന്നത് 4th ആണ്, കണ്ടുപിടിക്കേണ്ടത് 1st ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 മൈനസ് 1 = 3 എന്ന് വരും. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ പ്ലസ് ചെയ്യുമായിരുന്നു. അതായത് 10th ടേം = 1st ടേം പ്ലസ് ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് 1st ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4th ടേം തന്നിട്ടുണ്ട്, 1st ടേമിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് പോകേണ്ടത് അല്ലേ? അപ്പോൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുവാണോ കുറയ്ക്കുവാണോ നമ്മൾ ചെയ്യേണ്ടത്? കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4th ടേമിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. 3 × 11 ഉണ്ടോ? ചേഞ്ച് ഇൻ ടേംസും ചേഞ്ച് ഇൻ പൊസിഷനും കൂടെ മൾട്ടിപ്ലൈ. അതായത് 1st ഉം 4th ഉം ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4th ടേം മൈനസ് 3 × 11. ഇപ്പോൾ 4th ടേം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 45 മൈനസ് 3 × 11 എന്ന് പറയുമ്പം 33. അപ്പോൾ 45 മൈനസ് 33 എന്ന് പറയുമ്പം 12. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 1st ഉം 5th ഉം ആയിരുന്നു ചെയ്തതെന്ന് വിചാരിച്ചോ. 1st and 5th ആണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 5 മൈനസ് 1 = 4 വന്നേനെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ 5th എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ 5th ടേമിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? 4 × 11 കുറയ്ക്കണം. അപ്പോൾ 5th ടേം എത്രയാണ്? 56. 56 മൈനസ് 44 ആണ് ചെയ്യേണ്ടത്. അപ്പോഴും നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? 12 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് പേജ് 18 പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം എന്താണ്? വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര? അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത രീതിയിലാണെങ്കിൽ ആദ്യമേ ചേഞ്ച് ഇൻ ടേംസ്. ഇപ്പോൾ ടേംസുകൾ തമ്മിലുള്ള ചേഞ്ച് നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണ് അടുത്തടുത്ത് ഉള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസിൻ്റെയാണ് നമ്മൾ ചേഞ്ച് നോക്കുന്നത്, പദമാറ്റം നോക്കുന്നത്. അപ്പോൾ പദമാറ്റം എന്ന് പറയുന്നത് ഇവിടെ 11 മൈനസ് 1. അപ്പോൾ നമുക്ക് 10 കിട്ടും. ഇനി ചേഞ്ച് ഇൻ പൊസിഷൻ. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പം നമുക്കിവിടെ ഫസ്റ്റ് ടേം ഉണ്ട്, കണ്ടുപിടിക്കേണ്ടത് 25ാമത്തെ ടേമാണ്. അപ്പം ഫസ്റ്റ് ആൻഡ് 25th പൊസിഷൻ വരുമ്പോൾ നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതും ഏതിൽ നിന്നാണോ കണ്ടുപിടിക്കേണ്ടത് അതുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സ്ഥാനമാറ്റം ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഫസ്റ്റും 25th. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 25 മൈനസ് 1 = എന്ത് വരും? 24. ഇനി നമ്മുടെ 25th ടേം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 25th ടേം 25ാം പദം എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടേം. അപ്പം ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ് ടേമിൽ നിന്ന് 25ലോട്ടാണ് പോകേണ്ടത് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പദത്തിൽ നിന്ന് 25ലോട്ട് പോകുക എന്ന് പറയുമ്പോൾ കൂട്ടണം, പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 24 × 10. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 1. അപ്പം 1 പ്ലസ് 24 × 10 എന്ന് പറയുമ്പം 240 ആണ്. 240 + 1 = 241. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The 10th term of an arithmetic sequence is 46 and its 11th term is 51. What is its first term? Write the first 5 terms of the sequence. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 46ഉം 11ാം പദം 51ഉമാണ്. ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ നമുക്കിവിടെ അടുത്തടുത്താണ് തന്നേക്കുന്നത് അല്ലേ? 10th അതുപോലെ തന്നെ 11th ആണ് തന്നേക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ടേംസ് അതെന്ന് പറയുന്നത് എന്താ? 10th ആൻഡ് 11th, അതായത് കോമൺ ഡിഫറൻസ് തന്നെ, പൊതുവ്യത്യാസം തന്നെയാണ്. അപ്പോൾ പദമാറ്റം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 51 മൈനസ് 46. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.
ഓക്കെ, ഇനി ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനമാറ്റം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഫസ്റ്റ് ടേം, ഒന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒന്നിൻ്റെ ഏകദേശം അടുത്ത് വരുന്നത് 10 ആണല്ലോ. അപ്പോൾ നമ്മൾ 1ഉം 10ഉം വെച്ച് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനമാറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് 10th, 1ഉം 10ഉം. അപ്പോൾ ഇവിടെ 10 - 1 എത്ര വരും? 9. അപ്പോൾ നമുക്ക് ഇവിടെ പദമാറ്റം 5ഉം സ്ഥാനമാറ്റം 9 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെ ചെയ്യും? 10ാം പദമല്ലേ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ 10th ടേമിൽ നിന്ന് നമ്മൾ 10ാം പദത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ടാണോ പോകേണ്ടത് അതോ പുറകോട്ടാണോ? പുറകോട്ടാണ് പോകേണ്ടത് അല്ലേ, കാരണം 1ാം പദത്തിലാണ് എത്തേണ്ടത്. അപ്പം 1, 2, 3 എന്ന് നമ്മൾ എഴുതിയാലാണ് അത് മുന്നോട്ട് വരുന്നത്. 10ൽ നിന്ന് നേരെ ബാക്കിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ 10th ടേം മൈനസ് നമ്മൾ എന്തെഴുതുക? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 9 × 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ 10ാം പദം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 46 മൈനസ് 9 × 5, 9 × 5 എത്രയാണ്? 9 5s are 45. ദെൻ 46 മൈനസ് 45 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം, ഒന്നാം പദം എന്ന് പറയുന്നത് എന്താണ്? 1. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലേ, നമുക്ക് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് 1ആണ്. ഇനി നമ്മുടെ കോമൺ ഡിഫറൻസ്, ഇത് 10ഉം 11ഉം അടുത്തടുത്തല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 5. അപ്പോൾ 1ൻ്റെ കൂടെ 5 കൂട്ടി എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 1 + 5 6, വീണ്ടും 5 കൂട്ടുമ്പം 11, വീണ്ടും 5 കൂട്ടുമ്പം 16, 21 എക്സെട്ര. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ശ്രേണി നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 1ൽ സ്റ്റാർട്ട് ചെയ്ത് 5 കൂട്ടി എഴുതിയേക്കുന്ന ഒരു ശ്രേണിയാണ്. അതായത് ഈ തന്നേക്കുന്ന ശ്രേണി എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവസാനം 1ഉം 6ഉം വരുന്ന ഒരു ശ്രേണിയാണ് ഈ കിട്ടിയേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര? 100, 95, 90 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 21ാം പദം എന്താണ്? അപ്പോൾ നമുക്കിവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് 21ാം പദമാണ്. അപ്പോൾ ആദ്യം ചേഞ്ച് ഇൻ ടേംസ്, പദമാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കോമൺ ഡിഫറൻസ് തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൻ്റെ ടേം ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം 95 ആണ്, ഫസ്റ്റ് ടേം 100 ആണ്. സോ 95 മൈനസ് 100 ചെയ്യണം, ഈസ് ഈക്വൽ ടു -5. ഓക്കെ, ദെൻ അത് നമുക്കിവിടെ കാണാൻ പറ്റും, കുറഞ്ഞു വരുന്നത് അല്ലേ. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ പൊസിഷൻ, സ്ഥാനമാറ്റം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? 21. നമുക്ക് തന്നേക്കുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഏത് വേണേലും എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഫസ്റ്റ് ആൻഡ് 21st ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 21 മൈനസ് 1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 20. അത് തമ്മിൽ കുറയ്ക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പദമാറ്റം -5 കിട്ടിയിട്ടുണ്ട്, സ്ഥാനമാറ്റം 20 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21ാമത്തെ പദമാണ്. 21ാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം 1ാം പദത്തിൽ നിന്ന് 21ലോട്ട് എത്തുക എന്ന് പറയുമ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ. അപ്പോൾ 1ാം പദം പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയേക്കുന്ന രണ്ടെണ്ണം തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 20 × -5, അതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ 1ാം പദം എന്താണ്? 100 പ്ലസ് ഇനി 20 × -5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? -100. അപ്പോൾ നമുക്കിവിടെ നോക്കിയേ, 100 മൈനസ് 100 ആണ് കിട്ടിയേക്കുന്നത്. പ്ലസ് നെഗറ്റീവ്, പോസിറ്റീവ് × നെഗറ്റീവ് ആണ്. സോ 100 മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ 21ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 0. നാലാമത്തെ ചോദ്യം. The 10th term of an arithmetic sequence is 56 and its 11th term is 51. What is its first term? Write the first 5 terms of the sequence. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 56ഉം 11ാം പദം 51ഉമാണ്. ശ്രേണിയിലെ 1ാമത്തെ പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 10ാമത്തെയും 11ാമത്തെയും നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ചേഞ്ച് ഇൻ ടേംസ്, പദമാറ്റം, നമ്മൾ എന്ത് ചെയ്യുക? 10ഉം 11ഉം അല്ലേ, 10th ആൻഡ് 11th ആണ് തന്നേക്കുന്നത്, അത് തമ്മിൽ കുറയ്ക്കുക. അപ്പം 11th ടേമിൽ നിന്ന് 10th ടേം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 10ാം പദം 56 ആണ്, 11ാം പദം 51 ആണ്, കുറയുവാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 51 മൈനസ് 56, 51 മൈനസ് 56 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -5. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? ഫസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക്
10th ടേം ഉണ്ട് 11th ടേം ഉണ്ട്, അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 1st and 10th ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 - 1 = 9. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം ഒന്നാം പദം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെങ്ങോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ 1, 2, 3 ഇവിടെ 10 ആണുള്ളത്. അതിൽ നിന്ന് നമ്മൾ ബാക്കിലോട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 10th ടേം മൈനസ് നമ്മൾ ചെയ്യണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? മൈനസ് ബ്രാക്കറ്റിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 9 × -5. അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്ന 10th ടേം എത്രയാണ്? 56. സോ 56 - 9 × -5. 9 5s are 45 ആണ്. 9 × -5 ചെയ്യുമ്പോൾ എന്ത് വരും? -45 എന്ന് വരും. ഓക്കെ, നെഗറ്റീവ് എന്താണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 56 + 45 എന്ന് കിട്ടും. ഓക്കെ, 56 + 45 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 101. സോ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 101. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എഴുതി 101 ആണ്. ദെൻ അപ്പോൾ ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലേ, എത്രയാണ്? -5 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 5 കുറച്ച് എഴുതിയാൽ പോരെ. അപ്പം 101ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര വരും? 96. എഗെയിൻ നമ്മൾ 5 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 91. എഗെയിൻ 5 കുറയ്ക്കുമ്പോൾ എത്ര വരും? 86. എഗെയിൻ 5 കുറയ്ക്കുമ്പം 81, എക്സെട്ര. അപ്പോൾ നമ്മുടെ 5 ടേംസ് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 ടേംസ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡി ഒക്കെ ഉപയോഗിച്ച് സാധാരണ നമ്മൾ x10 = x1 + 9d എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്വേഷനൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇന്നിവിടെ ക്ലാസ്സൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.